ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻസ് നടക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു കറക്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാതെ വരുന്നത്? നമ്മളുടെ നാട്ടിൽ ഒരു 2 ലക്ഷം രൂപ സെൻറ്റിന് വിലയുള്ള ഒരു സ്ഥലം ചില പ്രത്യേക കാരണത്താൽ ഒരു 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്നല്ലെങ്കിൽ നാളെ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അത് ഉറപ്പായും പോകുമെന്ന് നമുക്ക് ധാരണയുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അല്ലേ? പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പം അതേപോലെ ഒരു ഡിസ്കൗണ്ട് സെയിൽ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ധൈര്യത്തോടു കൂടി വീണ്ടും മേടിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും 2 കാരണത്താലാണ്. അല്ലെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻസ് വരുമ്പം സാധാരണ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിന് പേടി വരുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മാർക്കറ്റ് വീഴുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്സ് വീഴുന്നത് കൊണ്ട്. മാർക്കറ്റ് ഇപ്പോൾ ടോപ്പിൽ നിന്ന് 10% കറക്റ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ മോർ ദാൻ 15 or 20% നെഗറ്റീവിലോട്ട് പോയി. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, മാർക്കറ്റ് തിരിച്ചു കയറിയാൽ പോലും നമ്മളുടെ കയ്യിലെ സ്റ്റോക്ക് തിരിച്ചു കയറുമോ എന്നുള്ള ഒരു വലിയ പേടി, അല്ലേ? മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ എൻ്റെ സ്റ്റോക്ക് ഉറപ്പായിട്ടും തിരിച്ചു കയറുമെന്നും പഴയ ഹൈക്ക് മുകളിൽ പോകുമെന്നും നമുക്ക് 100% ഉറപ്പുണ്ട് എങ്കിൽ എന്താണ്, നമുക്ക് ടൈം പീരീഡ് അറിയില്ല എങ്കിൽ കൂടിയും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കയറുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും അക്യുമുലേറ്റ് ചെയ്യും. പക്ഷെ തിരിച്ചു കയറുമോ എന്നുള്ള വലിയൊരു പേടി. സോ ഈ ഒരു പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ETF ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ETF എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ETF എന്താണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല ETFകൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത്, ഏത് പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് അലോക്കേഷൻ ഓരോ ETF-ന് നമ്മൾ കൊടുക്കണം, ഇങ്ങനെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോവാം. ETF-നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുൻപേ നമുക്ക് ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച നമ്മളുടെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, നെക്സ്റ്റ് വീക്കിലെ പ്രധാന ഇവൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിഫ്റ്റി ലാസ്റ്റ് 1 വീക്കായിട്ട് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻസ് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. മേ ബി 23,000 ലെവലിൽ ഇല്ലെങ്കിൽ അതിനോടടുപ്പിച്ച് ഹോൾഡ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള ഒരു പുൾ ബാക്ക് ഇല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തെ ഷാർപ്പായിട്ടുള്ള ഒരു ബൈയിങ് നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇത്രയും ഒരു 12 to 13% ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്ത മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും നമ്മളത് എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോഴും നമുക്കൊരു ഡയറക്ഷൻ ക്ലിയർ അല്ല, നമ്മൾക്ക് ട്രേഡ്സിലോട്ട് എൻ്റർ ചെയ്യാനുള്ള സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ സ്വിംഗ് ട്രേഡിങ്ങിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുക. ഈ ഒരു ഡിപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിസൾട്ട് സീസൺ ആണ് ഇത്. നിരവധി സ്റ്റോക്കുകളുടെ റിസൾട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിപ്രോയുടെ റിസൾട്ട് വന്നു, ടെക്കമിൻ്റെ റിസൾട്ട് വന്നു. വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ HDFC ബാങ്കിൻ്റെ റിസൾട്ട് ഉണ്ട്. ലാസ്റ്റ് ഫ്രൈഡേ നമ്മളുടെ റിലയൻസിൻ്റെ റിസൾട്ടും അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ മാർക്കറ്റിൽ കണ്ടു. അപ്പം ഇതൊരു റിസൾട്ട് സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം കൂടി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇനി ETF-നെ കുറിച്ച് പറയുമ്പോൾ, ETF-ൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. സിമ്പിൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡെക്സ്, ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെ അങ്ങനെ കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. നിഫ്റ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 50 കമ്പനികളുടെ ഷെയർ അതേ അനുപാതത്തിൽ അല്ലെങ്കിൽ അതേ പെർസെൻറ്റേജ് വൈസ് നമ്മൾ എന്ത് ചെയ്യണം? മേടിച്ച് കയ്യിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നിഫ്റ്റി 50-ൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പം അതിന് പകരം നമുക്ക് എന്താണ്, നിഫ്റ്റി ETF-ൽ അല്ലെങ്കിൽ നിഫ്റ്റി ETF എന്ന് പറയുന്ന നിഫ്റ്റി ബീസ് പോലുള്ള നിരവധി ETFകൾ അവൈലബിൾ ആണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിലെന്താണ്, നിഫ്റ്റി 50 ഏത് പ്രപ്പോർഷനിൽ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജിൽ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ അതേ പെർസെൻറ്റേജ് വൈസ് അലോക്കേഷൻ നടത്തിയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. ഏകദേശം 260 അതിൻ്റെ വില വരുന്നത്. അതേപോലെ നമ്മളുടെ പ്രധാനപ്പെട്ട സ്മോൾ ക്യാപ്പിനും ഇല്ലെങ്കിൽ മിഡ് ക്യാപ്പിനും IT സെക്ടറിനും ഫാർമ സെക്ടറിനും ഇങ്ങനെയുള്ള
നിരവധി സെക്ടേഴ്സിനൊക്കെ പലതരത്തിലുള്ള ഫണ്ട് ഹൗസസ് ETF-കൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ്, ഇപ്പം IT കമ്പനിയിൽ ഒരു ഫ്യൂച്ചർ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്താണ്, ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആ ഒരു സെക്ടറിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഒരു സെക്ടറിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ എന്താ പറയുക, വേറെ യാതൊരു തരത്തിലുള്ള ഓപ്ഷൻസ് ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ETF മേടിക്കുക, ഇല്ലെങ്കിൽ ആ ഒരു സെക്ടോറിയൽ ഇൻഡെക്സ് ഫണ്ടിന്റെ മ്യൂച്വൽ ഫണ്ട്സ് മേടിക്കുക എന്നുള്ളതാണ്. അപ്പം ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് വഴി ഉദ്ദേശിക്കുന്നത് പർട്ടിക്കുലർ ആയിട്ടുള്ള സെക്ടറിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. ഇനി ഇതിന്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റോക്കിന്റെ വില എവിടെ വരെ പോകാൻ സാധിക്കും, അല്ലെങ്കിൽ എവിടെ വരെ പോകും, താഴോട്ട് 0 വരെ പോകും അല്ലേ. ഒരു സ്റ്റോക്ക് നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചു, അത് 50 രൂപയ്ക്ക് വന്നപ്പോൾ നമ്മൾ വീണ്ടും മേടിച്ചു, വീണ്ടും അത് 20 രൂപയിൽ വന്നപ്പോൾ നമ്മൾ വീണ്ടും മേടിച്ചു, അവസാനം അതെന്താണ് 10 രൂപയിലെത്തി. അവിടെ നിന്ന് അതെന്താണ് ബാങ്ക്രപ്സി വരാനോ ഇല്ലെങ്കിൽ അത് 0-യിലോട്ടോ പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒരു ഇൻഡെക്സിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ETF-ന്റെ കേസിൽ നിങ്ങൾ 100 രൂപയ്ക്ക് മേടിച്ച ഒരു ETF ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ 80 രൂപ വരികയാണ് എങ്കിൽ, അതായത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു കറക്ഷൻ വന്നു, കൊറോണ പോലെ ഒരു കറക്ഷൻ വന്നാൽ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള 2008 16-7 സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൽ വന്ന പോലെയൊക്കെ ഒരു കറക്ഷൻസ് വരുന്ന സാഹചര്യത്തിൽ 100-ലുള്ള ETF 80-ൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്കതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ETF ഇല്ലെങ്കിൽ ഈ ഇൻഡെക്സുകളൊക്കെ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പം ആ 80-ൽ നിന്ന് ഇത് 60-ൽ എത്തിയാലോ വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും നമുക്ക് എന്താണ്, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഒരു ഇൻഡെക്സ് ഇല്ലെങ്കിൽ ഒരു ETF ഒരിക്കലും 0 ആകില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിഞ്ഞ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാർക്കറ്റ് കറക്ഷനും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരിക്കലും പാനിക് ഉണ്ടാകേണ്ടതായിട്ടുള്ളതോ ഇല്ലെങ്കിൽ പേടിയുള്ളതായിട്ടുള്ള ഒരു കാര്യമേ അല്ല മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയുന്നത്. ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് കറക്ഷൻ എപ്പോഴും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പം റീസെൻ്റ്ലി നമ്മളുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ തന്നെ വന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ETF-ൽ വരുമ്പോൾ എക്സിറ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ മേജർ ആയിട്ടുള്ള ഇൻഡെക്സുകളിലൊക്കെയാണ് അല്ലെങ്കിൽ ഇൻഡെക്സുകളുടെ ETF-ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എക്സിറ്റ് പോയിന്റ് വലിയൊരു ഫാക്ടർ അല്ല. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ 1500 രൂപയിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം ആ ഒരു സ്റ്റോക്ക് എത്രയാണ് 3000 വരെയൊക്കെ പോയി, അതിനുശേഷം 3000-ൽ നിന്ന് വീണ്ടും എന്താണ് 1200-ൽ വന്നു നിൽക്കുന്നു. സോ മാർക്കറ്റിൽ ഇത് 3000-ൽ നിന്ന് 1200-ൽ വന്നു നിൽക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. പക്ഷെ ആസ് എ ഇൻവെസ്റ്റർ വലിയ നോളജ് ഇല്ലാത്ത ഒരു റീറ്റെയിൽ ട്രേഡർ അവിടെ എന്ത് ഡിസിഷൻ എടുക്കും? കാരണം മേടിച്ച സ്റ്റോക്ക് 100% അപ്സൈഡ് പോകുന്നത് കണ്ടു. ആ 100% അപ്സൈഡ് പോകുന്നിടത്ത് നിന്ന് ബ്രേക്ക് ഈവണിൽ വീണ്ടും, അതായത് നമ്മൾ ബൈ ചെയ്ത ലെവലിൽ വരുന്നത് നമ്മൾ കണ്ടു. അവിടെ നിന്ന് ഇപ്പോൾ എന്താണ് 10-15% നെഗറ്റീവിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. സോ ഇവിടെ എന്ത് ഡിസിഷൻ എടുക്കും? നിങ്ങൾക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് കൂടുതൽ മേടിക്കാൻ വേണ്ടി സാധിക്കുമോ, അതോ ശരി ഈ ഒരു സ്റ്റോക്ക് പെർഫോം ഇനി ചെയ്യില്ല എന്ന് വിചാരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യുമോ, അതോ ഒരു 100% പ്രോഫിറ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്ത് മാറുമോ? സോ ഇവിടെ നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ഒരു സ്റ്റോക്കിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു 100% മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ്, ഇതിൽ നിന്ന് വിറ്റുമാറാം. ഇല്ലെങ്കിൽ നമ്മൾ മേടിച്ചിടത്ത് നിന്ന് 100% മൂവ് ചെയ്ത് ബ്രേക്ക് ഈവൻ വരുമ്പോൾ ഓക്കെ ഈ ഒരു സ്റ്റോക്കിന് പെർഫോം ചെയ്യാൻ സാധ്യതയില്ല, വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൽ നിന്ന് മാറി നിൽക്കാം. ഇനി അങ്ങനല്ല 10-20% നെഗറ്റീവിൽ പോകുമ്പോൾ സ്റ്റിൽ ഈ ഒരു സ്റ്റോക്കിന് പൊട്ടൻഷ്യൽ ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് വരുമ്പോൾ വീണ്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ ഏത് ഡിസിഷനാണ് നിങ്ങൾ എടുക്കുക? സോ ഒരു റീറ്റെയിൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ നമുക്ക് എപ്പോഴും റിഗ്രറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്, നമ്മൾ ബൈ ചെയ്തു 100% കണ്ടു, തിരിച്ച് 20% നെഗറ്റീവിൽ നിൽക്കുന്നു. സെയിം കേസ് നമ്മളുടെ കൊച്ചിൻ ഷിപ്പ് ടാറ്റ മോട്ടോഴ്സിലും ഓവറോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്തതിൻ്റെ കൂടെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സെക്ടർ തന്നെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ഇങ്ങനെ 100%-ൽ നിന്ന് ബ്രേക്ക് ഈവണിലോട്ടോ നെഗറ്റീവിലോട്ടോ പോകുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള പാനിക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ്, ടെൻഷൻസ് ഒക്കെ സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കും. ടാറ്റ മോട്ടോഴ്സ് 700-ൽ നിന്ന് 1300-ൽ പോയി 80-90% റിട്ടേൺ കണ്ടു, തിരിച്ചു വന്നിപ്പോൾ ബ്രേക്ക് ഈവണിൽ നിൽക്കുന്നു. സോ ഈ സമയത്ത് നിങ്ങൾ എന്ത് ഡിസിഷൻസ് എടുക്കും? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇനിയും പുതിയ ഹൈ, പഴയ 1300-ന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്യുമെന്ന് കൺവിക്ഷൻ ഉണ്ടോ?
സോ ഇത് വലിയൊരു ചോദ്യമാണ്. സോ ഇൻഡെക്സ് ഫണ്ടിൽ ഇല്ലെങ്കിൽ ETF വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കൺവിക്ഷൻ്റെ യാതൊരുവിധ ഇല്ലെങ്കിൽ ആ ഒരു എന്ത് തീരുമാനം എടുക്കും, എവിടെ എക്സിറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വറീഡ് ആകേണ്ട കാര്യമേ ഇല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഹൈ ക്രിയേറ്റ് ചെയ്യും. ഇത് ഒരു സീറോയിൽ വന്ന് നിന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിടത്ത് നിന്ന് 50% റിട്ടേൺ കണ്ട് തിരിച്ച് കോസ്റ്റ് വന്നാൽ എന്താണ്, നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ETF ഇല്ലെങ്കിൽ ഇൻഡെക്സ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യും. സോ ഒരു റീറ്റെയിൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ETF എക്സിറ്റ് പോയിന്റിനെ കുറിച്ച് വറീഡ് ആകേണ്ട കാര്യമേ ഇല്ല. നമുക്കെന്താണ്, താഴോട്ട് പോയാൽ വളരെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി 50 or 100% നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം. ഒരിക്കലും നിങ്ങൾക്ക് ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് 0 ലോസ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, 100% ആക്യുറസിയാണ്. പക്ഷെ നമുക്ക് എന്താണ്, ചില സമയത്ത് ഹോൾഡിംഗ് പീരീഡ് കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഒരു റീറ്റെയിൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ഏതൊരു മാർക്കറ്റ് കറക്ഷനിലും പേടിക്കാതെ നിന്നു പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത് ETF ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പേഴ്സണലി ഞാൻ ETF ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. ഇനി ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് ചാടി കയറി ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു ETF കൊണ്ടുപോയിട്ട് നമുക്ക് മുഴുവൻ പൈസ ഇടാൻ പറ്റത്തില്ല. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എൻ്റെ 100% എമൗണ്ട് കൊണ്ടുപോയിട്ട് ഡിഫൻസ് സെക്ടറിൻ്റെ ETF ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൊച്ചിൻ ഷിപ്പ്യാർഡ് വീണതുപോലെ തന്നെ ആ ഒരു ഡിഫൻസ് സെക്ടർ വീഴുന്ന സമയത്തും എനിക്ക് വലിയ രീതിയിലുള്ള നഷ്ടം വരും. ഇനി ഞാനത് തിരിച്ചു കയറാൻ വേണ്ടി ഒത്തിരി നാൾ ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ETF ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള അലോക്കേഷൻസ്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഗോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ETF സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക, ETF ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലെങ്കിൽ ആ ETF വോളിയം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം. കാരണം നാളെ നിങ്ങൾ 100 രൂപയ്ക്ക് മേടിച്ചിട്ട് തിരിച്ച് വിൽക്കാൻ നോക്കുമ്പോൾ 98-97 രൂപയിലാണ് ബയ്യർ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു 2-3% നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലിക്വിഡിറ്റി ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലിക്വിഡിറ്റി നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. ഓക്കെ, എക്സ്പെൻസ് റേഷ്യോസ് നിങ്ങൾക്ക് എന്താണ് ETF വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മൂന്നാമത്തത് എന്ന് പറയുന്നത് ട്രാക്കിംഗ് എററാണ്. സോ ഈ ഒരു ട്രാക്കിംഗ് എററിലും ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ETF നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ETF ഇല്ലെങ്കിൽ അതിൻ്റെ അലോക്കേഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രധാനമായിട്ടും ഞാൻ 5 ETF നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഈ പറഞ്ഞ ബാക്കിയുള്ള ക്രൈറ്റീരിയകളൊക്കെ ചെക്ക് ചെയ്ത് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന 5 എണ്ണമാണ് ഞാനിപ്പം ഇവിടെ എടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ നിഫ്റ്റി ബീസ് ആണ്. നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് നമ്മളുടെ നിഫ്റ്റി 50യെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നിഫ്റ്റി 50യുടെ റിട്ടേണിനനുസരിച്ചിട്ട് എന്താണ് ഇല്ലെങ്കിൽ നിഫ്റ്റി 50യുടെ മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ടാണ് നിഫ്റ്റി ബീസ് മൂവ് ചെയ്യുന്നത്. എക്സ്പെൻസ് റേഷ്യോസ് വളരെ കുറവാണ്. ഇവിടെ പോർട്ട്ഫോളിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലാർജ് ക്യാപ്പാണ്. ഓക്കെ, ഇവിടെ എക്സ്പോഷർ ഏതൊക്കെ സെക്ടറിനാണ് കൊടുത്തിട്ടുള്ളത്, നിഫ്റ്റി 50 ഏതാണോ കൊടുത്തത് അത് സെയിം തന്നെയായിരിക്കും നമുക്ക് എന്താണ് ഈ ഒരു നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി ബീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഹോൾഡിങ്സ് ഏതാണ്, ഹോൾഡിംഗ് സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് ജൂനിയർ ബീസ് ആണ്. ജൂനിയർ ബീസ് എന്താണ്, നിഫ്റ്റി നെക്സ്റ്റ് 50നെ, അതായത് ആദ്യത്തെ 50 കമ്പനിയെ നിഫ്റ്റി 50 റെപ്രസെന്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 അഥവാ ജൂനിയർ ബീസ് എന്ന് പറയുന്നത് ആദ്യത്തെ 50 കമ്പനിക്ക് ശേഷമുള്ള അടുത്ത 50 കമ്പനികളെ റെപ്രസെന്റ് ചെയ്യുന്നു. നിഫ്റ്റി 50യിൽ നിന്ന് ഒരു സ്റ്റോക്ക് പുറത്തായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിഫ്റ്റി നെക്സ്റ്റ് 50 അല്ലെങ്കിൽ നിഫ്റ്റി ജൂനിയർ ബീസിലുള്ള ഒരു സ്റ്റോക്കിനെയാണ് നിഫ്റ്റി 50യിലോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയും നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജൂനിയർ ബീസിൻ്റെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ എക്സ്പോഷറും അതേപോലെ തന്നെ ഹോൾഡിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമത്തേത് MOM 100 എന്നുള്ളതാണ്. അതായത് അത് മോത്തിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് 100 ETF ആണ് ഇത്. സോ ഇവിടെയും നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് പോർട്ട്ഫോളിയോയും അതേപോലെ തന്നെ എക്സ്പോഷറും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്
സാധിക്കും. അടുത്തത് HDFC സ്മോൾ ക്യാപ് 250 ആണ്. സോ ഇവിടെയും നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് HDFC നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ETF കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് ഗോൾഡ് ബീസ് ആണ്. ഓക്കെ, അടുത്തത് ഗോൾഡ് ബീസ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഗോൾഡ് ബീസ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ലോങ്ങർ റണ്ണിൽ നമുക്ക് നല്ല റിട്ടേൺ തരുന്ന ഒരു ETF ആണ്, ഇല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൽ എക്സ്പെൻസ് റേഷ്യോസ് വളരെ കൂടുതലാണ് നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ETF വരുമ്പോൾ. സ്റ്റിൽ നിങ്ങൾക്ക് എന്താണ് ഒരു പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ എന്താണ് ഇക്വിറ്റിയുടെ എക്സ്പോഷർ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഗോൾഡിൽ ഒരു പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഗോൾഡ് ബേസിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയുമാണ് പ്രധാനമായിട്ട് ഒരു ഇൻഡെക്സ് ബേസ്ഡ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിൽ 50% നിഫ്റ്റി ബീസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോഷർ കൊടുക്കേണ്ടത്. മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നാലും വളരെ പെട്ടെന്ന് തിരിച്ചു കയറാനായാലും എല്ലാം കൊണ്ടും സേഫ്റ്റി പർപ്പസിനൊക്കെ ആയാലും എല്ലാം കൊണ്ടും നമ്മൾ നിഫ്റ്റി 50 എന്താണ് 50% അലോക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ എന്താണ് ജൂനിയർ ബീസ് ഇല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 നിഫ്റ്റി 1050 കമ്പനിക്ക് ശേഷമുള്ള അടുത്ത 50 കമ്പനിക്കാണ് നമ്മൾ 20% അലോക്കേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് അപ്പോൾ ഓൾറെഡി 70% 50% നിഫ്റ്റി ബീസ്, 20% ജൂനിയർ ബീസ്, ബാക്കി 30%-ൽ 10% നമുക്ക് മിഡ് ക്യാപ് 100 കൊടുക്കാം, 10% HDFC സ്മോൾ ക്യാപ് 250 ETF കൊടുക്കാം, 10% നമുക്ക് ഗോൾഡ് ബീസിന് കൊടുക്കാം. സോ ഇവിടെ എന്താണ് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അലോക്കേഷൻ നടത്തിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പെർസെൻറ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ജൂനിയർ ബീസ് ഒരു 5%, ഇതൊരു 15% ആക്കി, ഇതിലൊക്കെ ഒരു 15% ആക്കി, ബാക്കി വരുന്ന ചെറിയൊരു പെർസെൻറ്റേജ് IT ബീസിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സെക്ടറിന് കൂടെ പോകണം എന്നുണ്ടെങ്കിൽ ഒരു 5% ഇല്ലെങ്കിൽ ഒരു 3-4% IT ബീസിൽ, 3-4% ഫാർമ ബീസിൽ, 3-4% EV ഇന്ത്യ. ഓക്കെ, ഈ 3 സെക്ടോറിയൽ ETF-കളിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ്. സോ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നാളെ മാർക്കറ്റ് കറക്ഷനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. പകരം നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റിലെ ഓരോ കറക്ഷനും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം മ്യൂച്വൽ ഫണ്ടിലോ ഇല്ലെങ്കിൽ ETF-ലോ മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലെ എക്സിറ്റ് പോയിന്റ് തിരഞ്ഞെടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഞാൻ കാണുന്നത്. മാർക്കറ്റ് കറക്ഷനിൽ ഹോൾഡ് ചെയ്യുന്നത് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഒരു 100%-ഓ 50%-ഓ പോസിറ്റീവ് ഓർ 20-30% നെഗറ്റീവിലോ ഇല്ലെങ്കിൽ 50% പോസിറ്റീവിന് ശേഷം തിരിച്ച് ബ്രേക്ക് ഈവണിൽ നിൽക്കുന്ന സമയത്ത് അതൊരു ഓപ്പർച്യൂണിറ്റി ആണോ അതോ ഒരു എക്സിറ്റ് പോയിന്റ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അവിടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ ബുദ്ധിമുട്ടും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ETF-ൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നടക്കുന്ന ഓരോ കറക്ഷനും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. സോ എല്ലാവരും ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ളവരും ഇങ്ങനെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. സോ അവരെ സംബന്ധിച്ചിടത്തോളം മേ ബി ഇതൊരു പുതിയൊരു അറിവായിരിക്കും. അവർക്കും എന്താണ് വളരെ ധൈര്യത്തോടു കൂടി ഇനി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.